അല്ല അതുകൊണ്ട് ആ സനോജ്, വാദം അവിടെ നിൽക്കട്ടെ. അത് നമ്മൾ കുറെ കാലമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉറപ്പായും കാര്യമാണ്. ധാർമ്മികത മാത്രമാണ് പറയട്ടെ പറയട്ടെ സംസാരിക്കുന്നത്. ധാർമ്മികത പറയട്ടെ സംസാരിക്കണം. ആ ധാർമ്മിക കാര്യവും മാത്രമല്ല, അതും ഒരു അതും പൊതുപ്രവർത്തകൻ എങ്ങനെ അല്ല, ആവരുത് എന്നതൊരു ഉദാഹരണം ധാർമ്മികത കൂടിയാവുന്നുണ്ട് മാത്രമുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ. പ്രശ്നമല്ലല്ലോ. പക്ഷേ ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഈ പറയുന്ന ആ ശബ്ദ സന്ദേശമുണ്ട്. അതിൽ പൊറുക്കാനാവാത്ത വാക്കുകൾ, അപരാധം നിങ്ങൾ പറയുന്നുണ്ട് രാഹുൽ പറയുന്നത് മാങ്കൂട്ടത്തിൽ. പക്ഷേ ഇപ്പോഴും ആ പരാതിക്കാരി ആരാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത് സനോജിനും അറിയില്ല, എനിക്കും അറിയില്ല, പാനലിരിക്കുന്ന ആർക്കും അറിയില്ല, പോലീസിനും അറിയില്ല നിലവിൽ ഇപ്പോഴത്തെ പരാതി അവസ്ഥയിൽ. ഈ പറയുന്ന സ്ക്രീൻഷോട്ടുകളുടെ അപ്പുറം എന്താണ് പരാതിക്കാരി സ്ക്രീൻഷോട്ടുകൾ ആരാണ് ആരാ എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല സനോജ്. അല്ല, ഞാൻ ചോദ്യം ശ്ശെ, പൂർത്തിയായിക്കോട്ടെ. നമുക്ക് മുന്നിലുള്ള രണ്ട് പ്രധാനപ്പെട്ട, ഒന്ന് എന്റെ ഈ ഹണി ഭാസ്കർ എന്ന് പറയുന്ന പ്രവാസിയാണ്. കാശ്മീർ അത് ഈ പറഞ്ഞ നേരിട്ട് ആ ആട്രിബ്യൂട്ട് ചെയ്യുന്നതല്ല. രണ്ട് സിനി അല്ല, എന്താണ് ആ നടിയാണ്. ആ നടി ഇപ്പോഴും പരാതിക്ക് തയ്യാറാവുന്നില്ല. ഇതൊന്നും രാഹുലിനുള്ള ന്യായീകരണമല്ല. കാര്യം രാഹുൽ ഒരു പൊതുപ്രവർത്തൻ എങ്ങനെയാവരുത് എന്നത് തെളിയിച്ചു കഴിഞ്ഞു. എൻ്റെ ചോദ്യം അതല്ല. ഇവിടെ ഒരു പരാതിയുണ്ട്, ഒരു പരാതിക്കാരിയുണ്ട്. ആ പരാതിക്കാരി കേസ് കൊടുത്തിട്ടുണ്ട്, അതിൽ അന്വേഷണം നടന്നിട്ടുണ്ട്. അന്വേഷണം നടന്നൊരു മുഖ്യമന്ത്രി ഒരു വേദിയിൽ അദ്ദേഹത്തെ ആ വേദിയിലേക്ക് അദ്ദേഹം വരുന്നുണ്ട്. ആ വേദിയിലേക്ക് അദ്ദേഹം വരുമ്പോൾ ചിരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്, അദ്ദേഹം കൈകൂപ്പുന്നുണ്ട്. അങ്ങനെ മുകേഷ് നിങ്ങളുടെ സ്റ്റേജിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഷാഫി സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഷാഫിക്കെതിരെ പ്രതിഷേധം ഉയർത്താൻ കഴിയും? എൻ്റെ പ്രശ്നം ധാർമ്മികതയാണ് സനോജ്. ഞാൻ ഞാൻ പറയാം. ഇപ്പൊ പരാതിക്കാരി ഇല്ല എന്നത് വളരെ സാങ്കേതികമായിട്ടൊരു കാര്യം മാത്രമാണല്ലോ. ഇത്രയും വലിയ ക്രൈം നടന്നു എന്നത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഷാനി ഉസ്മാന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, KPCCയുടെ ഉയർന്ന നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഉമാ തോമസ് MLA ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അവരുടെ ഭാഗമായി നിൽക്കുന്ന വനിതാ പ്രവർത്തകർക്കും വനിതാ നേതാക്കന്മാർക്കും എല്ലാം ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. ഇനി പരാതിക്കാരി ഈ നിമിഷം വരെ പുറത്തു വരാതുള്ളൂ, അത്രേ ഉള്ളൂ. നാളെ വരില്ല എന്ന് നമ്മൾ കാണേണ്ടതില്ല. നാളെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. പരാതിക്കാരി വരട്ടെ. മുഖം ഞാൻ പറഞ്ഞ കാണിക്കാതെ പരാതിക്കാർ ഭയക്കാതെ പുറത്തു വരണം എന്നുള്ള മുഖ്യമന്ത്രി പറയുന്നത്. നാടിൻ്റെ മുഖ്യമന്ത്രി ആ ഉറപ്പ് കൊടുക്കുമ്പോൾ പരാതിക്കാരികൾ പുറത്തേക്ക് വരണം. പക്ഷെ നിലവിൽ നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഒരു പരാതിക്കാരി ഇല്ല എന്നുള്ളത് നിയമത്തിന്റെ വസ്തുതയാണ്. നിയമത്തെ അതുകൊണ്ടാണ് സാങ്കേതികമായി ശ്രീ ജോർജ് ജോസഫ് ഈ ക്രൈംബ്രാഞ്ചിന്റെ പരാതിയുടെ അസ്തിത്വം എത്രത്തോളം ഉണ്ട് എന്ന് സംശയം. നമ്മുടെ പ്രശ്നം സാങ്കേതികതയല്ല, നമ്മുടെ പ്രശ്നം ധാർമ്മികതയാണ്. അതേ ധാർമ്മികതയാണ് ചോദിക്കുന്നത്. പക്ഷെ പരാതിക്കാരി ഉള്ള കേസിലെ ഒരു പ്രതി നിങ്ങളുടെ കൂടെ ഇരിക്കുക. നിയമപരമായ പരാതിക്കാരി ഉള്ള പ്രതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പരാതിക്കാരി ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് കൂടി ആലോചിക്കണം. ആ പരാതിക്കാരുടെ പേരിൽ ഇപ്പോൾ സമീപകാലത്ത് എടുത്ത കേസ് എന്തായിരുന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്യണം. അല്ല, അതെങ്ങനെയാണ്? സ്വന്തം കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ സെക്സ് റാക്കറ്റിന് കാഴ്ചവെച്ചിട്ട് കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ കേസ് കൊടുത്തിട്ട് ജയിലിൽ കിടക്കുകയാണ്. അല്ല സനോജി, അത് ന്യായമല്ല. അല്ല, ആ സ്ത്രീ മറ്റൊരു കേസിലെ പ്രതിയാണെന്ന് കരുതി ആ സ്ത്രീയെ പീഡിപ്പിക്കാമെന്ന് യുക്തി ഉണ്ടാക്കാമോ? ന്യായമില്ല. അല്ല, അതെന്തിനാണ് ഇവിടെ പറയുന്നത്? അല്ല, അതൊക്കെ കേസ് കോടതിയിൽ ഉണ്ടല്ലോ. അല്ല, ആ ന്യായം ഇവർ പറയുകയാണെങ്കിൽ ജയിലിൽ കിടന്ന വിൻസെന്റിനെ ഇവരെന്താ സ്വീകരിച്ചത്? എൽദോസ് കുന്നപ്പള്ളിക്കെതിരായിട്ട് ഇവർ നിലപാടെടുത്തു. എൽദോസ് കുന്നപ്പള്ളിയെയും വിൻസെന്റിനെയും ഒരുമിച്ച് നിർത്തിയിട്ട് മാലയിട്ട് സ്വീകരിച്ച് കൂടെ നിർത്തിയിട്ടാണ് അവർ ഇത്തരം വാദങ്ങൾ പറയുന്നത്. എന്നാൽ പിന്നെ അവർക്കെല്ലാം എതിരായ നിലപാട് സ്വീകരിച്ചിട്ട് വേണം ഇത്തരം വാദങ്ങൾ ഇങ്ങോട്ട് വെക്കാൻ. സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നത്. അവിടെയെല്ലാം ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞു ഇവരുടെ എല്ലാ കാര്യത്തിൽ ഞാൻ പറയുന്നത്, നമ്മൾ ധാർമ്മികത സംസാരിക്കുകയാണെങ്കിൽ അത് ഒരു പെൺകുട്ടിയാണോ പീഡനത്തിന്റെ, രണ്ട് പെൺകുട്ടിയാണോ 10 പെൺകുട്ടിയാണോ എന്നത് പ്രസക്തമല്ല. ഒരു പെൺകുട്ടിക്കെതിരെ വൃത്തികേട് കാണിച്ചാലും 10 പെൺകുട്ടിക്കെതിരെ വൃത്തികേട് കാണിച്ചാലും ധാർമ്മികതയുടെ കണ്ണൊന്നേ ഉള്ളൂ അല്ലേ? അതിൽ വ്യത്യാസമുണ്ടോ? ഇനി ആ പെൺകുട്ടി വേറൊരു കേസിൽ പ്രതിയാണെങ്കിൽ അത് ന്യായമല്ല ആണോ? ഇത് കേവലം ധാർമ്മികതയുടെ മാത്രം പ്രശ്നമല്ല. ഇതൊരു പെൺകുട്ടി വന്നിട്ട് പറയുകയാണ്, ഗർഭചിത്രം നടത്തിയിട്ടില്ലെങ്കിൽ എന്നെ കൊല്ലുമെന്ന് പറയുന്നു. ഇതെന്താണ്? ഇതൊരു വോയിസ് മെസ്സേജ് മാത്രമല്ല, ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ മുഖം ഇപ്പൊ കാണിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ കുട്ടിയെല്ലാം മുഖം നാളെ കാണിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മുഖം കാണിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ അങ്ങ് പോവും എന്നാരും കരുതേണ്ടതില്ല. അതുകൊണ്ട് ഇതൊരു വോയിസ് മെസ്സേജ് മാത്രമല്ല, വളരെ കൃത്യമായിട്ടും ചാനലിന് കൊടുത്ത ബൈറ്റിൽ തന്നെ പെൺകുട്ടി പറയുന്നുണ്ട്, ഇതുവരെ രാഹുൽ മാങ്കൂട്ടം ആ കാര്യം നിഷേധിച്ചിട്ടില്ല. കാര്യങ്ങളെല്ലാം ഇങ്ങനെ മാത്രമല്ല ആ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞു കേട്ട കാര്യങ്ങൾ നമ്മളൊക്കെ ഞെട്ടിക്കുന്നതാണ്. കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ എതിരായിട്ട് പ്രതിഷേധം ഉണ്ടാവും. ആഷ്മി, അല്ല, ഉറപ്പായും. എനിക്ക് പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിലോ അതിൽ പറയുന്ന കാര്യങ്ങളിലോ അതിൽ MLA നിലപാടോ ഒന്നും ഒരു തർക്കമാക്കരുതില്ല. പക്ഷേ നമ്മൾ ധാർമ്മികത പറയുമ്പോൾ അത് അവസരവാദ ധാർമ്മികതയായി കൂടാ എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. അതെല്ലാവർക്കും ആ പ്രശ്നമുണ്ട്. പോട്ടെ. സന്ദീപ് വാര്യർ, ഇവിടെ സാങ്കേതികമായ കേവലമായ ധാർമ്മികതയെ മുൻനിർത്തിയിട്ട് ഇല്ല, ധാർമ്മികത കേവലമല്ല, ധാർമ്മികത സാങ്കേതികമല്ല സനോജെ. ധാർമ്മികത എങ്ങനെയാണ് സാങ്കേതികമാവുക? നിയമമല്ലേ സാങ്കേതികമാവുക? അതിൽ പരാതിക്കാരി ഇല്ലാത്തതല്ലേ സാങ്കേതികമാവുക? ധാർമ്മികത എങ്ങനെയാണ് സാങ്കേതികമാവുക? ധാർമ്മികത കേവലമാവുന്ന എങ്ങനെയാണ്? പരമമായ വേണ്ട ധാർമ്മികതയാണ്. നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന മോറൽ കോഡ് ഓഫ് കോണ്ടക്ട് അല്ലേ? കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലെ ഒരു അനുഭവം വേറെ ഉണ്ടായിട്ടുണ്ടോ? ഇത്രമാത്രം പെൺകുട്ടികൾ ഒരേ സമയത്ത് വന്നിട്ട് ഈ നിലയിൽ പരാതി പറയുകയും അതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിടുകയും ചെയ്ത അനുഭവം ഉണ്ടായിട്ടില്ല.
ഞാൻ പറഞ്ഞു നേരത്തെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുള്ള വിള്ളലുകളും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും അതിനെ ന്യായീകരിക്കാൻ നിൽക്കല്ലേ? അല്ലല്ല സനോജ്, അതിനെ ന്യായീകരിക്കാൻ നിൽക്കല്ലേ? അവിടെയാണ് സരോജിന്റെ പ്രശ്നം. ഇല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ മുകേഷിന്റെ കേസിൽ അല്ലെങ്കിൽ മറ്റൊരു കേസിൽ രണ്ടുപേർ തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളൽ എന്ന് പറയല്ലേ? അവിടെ അന്വേഷണ സംഘം ഉണ്ടായി. ബലാത്സംഗ കേസല്ലേ? പീഡന കേസല്ലേ? അതിൽ അന്വേഷണം പൂർത്തി കുറ്റപത്രം സമർപ്പിച്ചതല്ലേ? അത് രണ്ടു വ്യക്തികൾക്കിലെ വിള്ളലാണ്, അല്ലെങ്കിൽ ഈ സ്ത്രീ മറ്റൊരു കേസിലെ പ്രതിയാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ധാർമ്മികമാവുക? ആ പരാതിക്കാരി ഇപ്പൊ എവിടെയുണ്ട്? ആ പരാതിക്കാരി എവിടെയും ആയിക്കോട്ടെ. ആ പരാതിക്കാരി ഇപ്പൊ എവിടെയുണ്ട്? അല്ല, ആ പരാതിക്കാരി എവിടെയും ആയിക്കോട്ടെ, അത് പീഡിപ്പിക്കാൻ ന്യായമാണോ? അത് തന്നെയാ പറഞ്ഞത്. അതും ചർച്ച ചെയ്യണം. അല്ല, ആ പരാതിക്കാരി എവിടെയും ആയിക്കോട്ടെ, അത് പീഡിപ്പിക്കാൻ ന്യായമാണോ? കൊടുത്ത പരാതിക്കാരി സ്വന്തം പീഡിപ്പിച്ചെന്ന് അവർ പറയല്ലേ? സ്വന്തം കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ സെക്സ് റാക്കറ്റിന് കാഴ്ചവെച്ചിട്ട് കുടുംബത്തിൽ തന്നെ പരാതി പറഞ്ഞിട്ട് അയാളിപ്പോ ജയിലിൽ കിടക്കുകയാണ്. അവരെയാണല്ലോ നിങ്ങളിപ്പോ വലിയ ആളായി കൊണ്ട് നടന്നിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളെല്ലാം മോശക്കാരുടെ സ്ഥാപിക്കാൻ വേണ്ടി നോക്കുന്നത്. അല്ല സനോജ്, അങ്ങനെ ഞാൻ പറയുന്നത് അങ്ങനെ ഇതിനാണ് അവസരവാദ ധാർമ്മികത എന്ന് പറയുന്നത്. ഇതിനാണ് അവസരവാദ ധാർമ്മികത എന്ന് പറയുന്നത്. മുകേഷിനെതിരെ പരാതി കൊടുക്കുന്ന സ്ത്രീ, മുകേഷിനെതിരെ ഒരു സ്ത്രീ ഒരു പീഡന പരാതി കൊടുത്താൽ അവർ മഹാമോശക്കാരി അല്ലേ? വിവരങ്ങളാണ്. വി കെ സനോജ്, മുകേഷിനെതിരെ ഒരു സ്ത്രീ പരാതി കൊടുത്താൽ അവർ മഹാമോശക്കാരി, അവരുടെ വ്യാജ പരാതി, അങ്ങനെയാണോ പറയേണ്ടത്? ഒരു യുവ നേതാവല്ല. നമ്മൾ ധാർമ്മികമായി ഡബിൾ സ്റ്റാൻഡ് എടുക്കാൻ പാടുണ്ടോ? ഞാൻ വസ്തുതയാണ് പറഞ്ഞത്. ഡബിൾ സ്റ്റാൻഡ് അല്ല. ഞാൻ പറഞ്ഞ എന്തെങ്കിലും കളവുണ്ടോ? അല്ല, അത് കളവില്ല. പക്ഷേ ഇത് കുറ്റപത്രം സമർപ്പിച്ച ഒരു കേസിൽ ഈ പരാതിക്കാരി മറ്റെന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തു എന്നത് ഇത് ചെയ്യാനുള്ള ന്യായമാണെന്ന് പറയല്ലേ? തെറ്റാണ്. ചെയ്യാനുള്ള ന്യായമാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പരാതി ഉയർന്നു വന്നപ്പോൾ ആ പരാതിക്കാരിയുടെ ഇപ്പോഴത്തെ നില കൂടി ഞാൻ ഇവിടെ സന്ദർഭിക്കാൻ സൂചിപ്പിച്ചതാണ്.